ഗൈസ്, ഇന്ത്യ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ജന്തർ മന്ദറിൽ നടക്കുന്നത്. ജൻസിക്ക് നട്ടലില്ല, പ്രതികരണശേഷിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന സമൂഹത്തിന് മുന്നിൽ അവരുടെ ഫയർ എന്താണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ എൻട്രൻസ് നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി അതേ എക്സാം തന്നെ വീണ്ടും എഴുതണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. അതിന്റെ സ്ട്രെസ് കാരണം 20ഓളം സ്റ്റുഡൻസ് ആണ് ഇന്ത്യയിൽ സൂയിസൈഡ് ചെയ്തത്. ആ സ്റ്റുഡൻസിന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ജൻസിയും ജന്തർ മന്ദറിൽ ഇപ്പൊ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈ ഡയപ്പർ ഈസ് മോർ ലീക്ക് പ്രൂഫ് ദാൻ എക്സാം പേപ്പർ. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സീനാണ്. ഇത് വെറും പ്രൊട്ടസ്റ്റ് അല്ല. സ്പൈഡർമാൻ, ബാറ്റ്മാൻ, അയൺ മാൻ, സൂപ്പർമാൻ, ഗാന്ധി മാൻ, ഡൈനോസർ, നമ്മുടെ ഇന്ത്യയിലെ സ്റ്റുഡൻസിന് നീതി കിട്ടാൻ വേണ്ടി മാർവലും DC-യും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. എക്സാം ഹീസ്റ്റ്, ജോബ് ഹീസ്റ്റ്. ഗൈസ്, ഈ എക്സാം പേപ്പർ ലീക്ക് ആവുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. അതേപോലെ തന്നെ CBSE എക്സാം പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി പൈപ്പാണോ ഇത്? എനിക്ക് അറിയാൻ പാടാണ്ട് ചോദിക്കുക. ഇങ്ങനെ എക്സാം പേപ്പർ ലീക്കാണ്. ഇത് എന്തുമാത്രം ലീക്കാണ്? തമിഴ് റോക്കസിൽ പടം വരുന്ന പോലെയാണ് എക്സാം പേപ്പർ ലീക്ക് ആവുന്നത്. ഗൈസ്, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. ഇപ്പൊ SSLC ഒക്കെ നിങ്ങൾ എഴുതി പഠിച്ച് എങ്ങനെയൊക്കെയോ ജയിച്ചതാണല്ലോ, നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അത് ജയിച്ച് കഴിഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ ബാക്ക് ടു ലൈഫിലേക്ക് നിൽക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഓർത്ത് നോക്കും. നമ്മളെ മെന്റലി അത് ഭയങ്കരമായിട്ട് ട്രോമയാക്കും. നീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ SSLCന്റെ ഒരു 10 ഇരട്ടി പാടുള്ള എക്സാം ആണ്. അത്രയ്ക്കും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം. അതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ മെന്റലി എല്ലാവർക്കും താങ്ങാൻ പറ്റില്ല. ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കില്ല എല്ലാവരും. ഇങ്ങനൊരു എക്സാം നടന്നു, ഗവൺമെന്റ് അതിനെ വളരെ സില്ലി ആയിട്ട് അടുത്ത എക്സാം നടത്തുന്നു. അപ്പൊ ഇവിടുത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എത്രത്തോളം റെസ്പോൺസിബിൾ ആണ്? ടു ബി ഹോണസ്റ്റ്, ഞാൻ ഈ സമരത്തിന് സപ്പോർട്ടാണ്. എന്നെ സംബന്ധിച്ച് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കംപ്ലീറ്റ് അപ്ഗ്രേഡേഷൻ വേണം. ഇവിടെ അതിന് ഇങ്ങനെ ഒരു സമരം കാരണമാവുമെങ്കിൽ അത് എന്തായാലും വേണം. ദിസ് ഗവൺമെന്റ് ലൈസ് മോർ ദാൻ മൈ എക്സ്. മന്ത്രിമാർക്കൊക്കെ പിള്ളേർ ഡയപ്പർ ഇട്ട് കൊടുക്കുകയാണ് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി. ഗോവിന്ദ വയലന്റ് അല്ല, പക്ഷെ എഫക്റ്റീവ് ആണ്. ഇത് ഫെയർവെല്ലിന് ഡാൻസ് കളിക്കുന്ന സ്റ്റുഡൻസ് അല്ല ഗൈസ്. കംപ്ലീറ്റ് വൈബായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം പിള്ളേർ അവിടെ എത്തുന്നുണ്ട്. ഗവൺമെന്റ് ഗോസ്റ്റഡ് അസ് മോർ ദാൻ മൈ ക്രഷ്. എങ്ക പാത്താലും ഊക്ക്. Spider-Man standing for tomorrow. Wow. Dogesh Bhai on protest. Dear system, borrow my pad. ഇതിപ്പോ അധികം വയലന്റ് അല്ലാത്തതുകൊണ്ട് ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. Am I introvert or just illiterate? ഓഫീസേഴ്സ് തല്ലാൻ വരുമ്പോ പിള്ളേർ ദേശീയഗാനം അങ്ങ് പാടി. ദേശീയഗാനം പാടുമ്പോൾ അനങ്ങാൻ പറ്റില്ലല്ലോ. മോഡേൺ പ്രോബ്ലംസ് റിക്വയർ മോഡേൺ സൊല്യൂഷൻസ്. 100 പേരുണ്ടെങ്കിൽ ഓരോ ആളുകളും മാറി മാറി വേണം ദേശീയഗാനം പാടാൻ. അത് പാടിത്തീരുന്നവരെ അവരനങ്ങില്ല. ബട്ട് ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. പ്രൊട്ടസ്റ്റ് കഴിഞ്ഞിട്ട് പിള്ളേർ ക്ലീൻ ചെയ്യുന്നു. വളരെ നല്ലൊരു മെസ്സേജും കൊടുക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ റിപ്പോർട്ടർ ഇവിടെ വന്നിരിക്കുന്ന പിള്ളേരെല്ലാം മണ്ടന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരുടെ അടുത്ത് നിങ്ങൾക്ക് നീറ്റ് എന്താണെന്നറിയോ, CBSE എന്താണെന്നറിയോ, CBSEയുടെ ഫുൾ ഫോം പറ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഊക്കുവാണ്. അങ്ങനെ ഒരു ഇമേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൊതു സമൂഹത്തിന്. CBSE की फुल फॉर्म बता। सेंट्रल बोर्ड ऑफ सेकेंडरी एजुकेशन। पेश करना है अभी, या फिर रील व्हील बनाना है? तो हम रील बनाने इसलिए आए क्योंकि जब कोई ऐसे सवाल पूछता है कि CBSE का फुल फॉर्म बताइए, आपका नॉलेज चेक करता है, तो हमें उनकी सोच का आइडिया होता है कि वो कैसे सवाल आगे कर सकते हैं. मतलब इसलिए पूछ रहे कि किस जगह से है, क्योंकि बहुत सारे यूपी बोर्ड से भी है, बिहार बोर्ड, बहुत सारे लोग दूर दूर से आए. नहीं, it's okay to ask the CBSE question, but it's not okay to ask the full form of the CBSE or to ask the full form of the NEET or anything. I know I can answer all of your questions. You can give me the NEET paper. I can answer that. I have given the NEET. But the reason is कि why you are asking the full forms, why you are asking the इसका कैपिटल बता दो, इसका कैपिटल बता दो. This is not the right forum to ask. But whatever you are asking, I totally understand your intent, what you wanted to ask or how you are coming from. But it's okay. That's why I am recording the reel. कि whatever you are asking, it has to be recorded. रील व्हील आज पोस्ट करेंगे. हाँ जी, അവൾക്ക് അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. ലിറ്ററലി അവൾ അടുത്ത് ചോദിക്കാൻ പോകുന്ന 5 ക്വസ്റ്റിന് വരെ അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. बिल्कुल क्यों? क्योंकि ये सोशल मीडिया का टाइम है, ये डिजिटल स्पेस है. हमारे प्रधानमंत्री जी कहते हैं सोशल मीडिया और डिजिटल मीडिया ये डिजिटल रिवॉल्यूशन है भारत का, तो क्यों नहीं रील्स? അവള് മുട്ടി ആള് മാറിപ്പോയി ലിറ്ററലി. प्रधानमंत्री हमसे ज्यादा रील्स पोस्ट करते हैं, तो हमारा भी अधिकार है रील्स पोस्ट करने का, क्यों नहीं? झाल मुड़ी अगर ट्रेंड कर सकता है तो प्रोटेस्ट क्यों नहीं ट्रेंड कर सकता है? ഞാൻ പഠിച്ച് വലുതാകുമ്പോ ഡെയിലി ചേച്ചിമാരെ തല്ല് പോലെ നിങ്ങൾ എന്നെയും തല്ലുമോ? അറിയില്ല മോളെ, തല്ലാതിരിക്കാനാണ് ഇപ്പത്തെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്.
I'm going for the protest today and let's see what's in my bag. Pesa, koda, cap, sunscreen jacket for sure. ടു ബി ഹോണസ്റ്റ്ലി എനിക്ക് ഇവളുടെ വീഡിയോ കണ്ടപ്പോൾ ഇവിടുത്തെ ടൂർ പോവാണോ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എങ്കിൽ പിന്നെ പ്രൊട്ടസ്റ്റിന് പോകുമ്പോൾ ഏത് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡാണ് ഇടേണ്ടത് എന്നുകൂടി പറയായിരുന്നു. പിന്നെ ഞാൻ ഹിന്ദിയിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടു. അതിനകത്ത് ഇവർ ഓരോ ഡ്രസ്സ് ഇടുമ്പോൾ ഓരോന്ന് ഇടുമ്പോൾ ഒക്കെ ഇത് പോലീസ് തല്ലുമ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ സർക്കാസ്റ്റിക് ആയിട്ട് ട്രോളും ചെയ്യുന്നുണ്ട്. എനിക്ക് അതിൽ കുറച്ചും കൂടി അതൊരു പ്രൊട്ടസ്റ്റിന്റെ ഫീലിംഗ് കിട്ടി. ഇതിലെനിക്ക് കുറച്ചും കൂടി ലൈക്ക് ഒരു ബ്യൂട്ടി വീഡിയോ എന്നുള്ള രീതിയിലാണ് തോന്നിയത്. അപ്പം അതാണ് തോന്നുന്നു ആളുകൾ ഇന്നലെയൊക്കെ ഭയങ്കര ട്രോൾ ചെയ്തത്. आपके हाथ में ब्लैंक पोस्टर क्यों है? ब्लैंक पोस्टर नहीं है मैम, ये एक्चुअली क्या है, मोदी जी के अच्छे काम लिखे हुए हैं. अच्छा, मुझे दिख नहीं रहा एक्चुअली. वो आपने एक्चुअली अंधभक्ति का चश्मा नहीं पहन रखा, आप पहले उसको पहनिए. जब उसको पहनेंगे तब आपको पूरी लिस्ट दिखेगी. और आगे ही नहीं, अच्छे कामों के लिए. ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, BJP-ക്കാർക്ക് വിഷമാവും. I am Ali Amjad, വയനാടാണ്. ഇവിടെ നമ്മുടെ വയനാട്ടിൽ നിന്ന് ഒരാള് പ്രൊട്ടസ്റ്റ്. ഓക്കെ, CJP പേപ്പർ ലീക്കിനല്ല CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6-ാമത്തെയോ 7-ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. ബീസ് ഫ്രം എർത്ത് ലൈക്ക് കോക്രോച്ചസ് ലൈക്ക് ഇൻസെക്ട്സ് and that's deeply connected to Islam, even Solomon Sulaiman. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. നീ എന്തെന്നാടാ പറയുന്നേ? നീ പറയുന്നത് എന്താ, നിനക്ക് വിവരമുണ്ടോ? നീ എന്തിനാടാ വയനാടിന്റെ പേര് പറയുന്നത്? എന്റെ പൊന്നു മോനെ, വയനാട്ടുകാരെ പറയിപ്പിക്കല്ലേ. ഇത് മതവുമായിട്ട് യാതൊരു ബന്ധമുള്ള പരിപാടിയല്ല. നീ ലോകാവസാനം ആവുമ്പോ നിന്റെ അടുത്ത് പറയാം, നീ അപ്പൊ വന്നാ മതി. ഒരുപാട് കാലങ്ങളായിട്ട് സെയിം മാറാത്ത കാര്യങ്ങളൊന്നും ഒബ്വിയസ്ലി മാരോ സിക്ക് I can handle it because after my death or 20 years along I would be forgotten. Okay. A few moments later. Opening it up, and if you my people എന്റെ പൊന്നു മോനെ, നീ ആ ചോരം തിരിച്ചു കയറുവോ? local people treat me like as ants and areas, and still Okay, even people living in under rubble and not rubble, തീരുന്നില്ലേ? under waste sewage just near, not just focus on the ugly politics that Israel like handling Israel, affairs with okay. Israel. ഇസ്രായേലെത്തി. ഓക്കെ, ഇനി That's the main blunder that Modi government follows. That's ഓക്കെ, അർജന്റീന ഫിഫയ്ക്ക് പൈസ കൊടുത്താൽ അത് ഇല്ലത്തെ പ്രൊട്ടസ്റ്റ് ഘട്ടങ്ങള് പോലീസുകാരങ്ങനെ അടിച്ചിട്ട് കുത്തി ഇതാക്കണങ്ങള് ഭയങ്കര ഹരാടാ. കയ്യിലോല് പോയി പങ്കെടുക്കേ. ഭയങ്കര ഹരാ. കഴിഞ്ഞല്ലോ സെപ്റ്റംബറില് നേപ്പാളിൽ നിന്ന് എത്ര പോലീസുകാരെ തലറിഞ്ഞ് പൊട്ടിച്ച കയ്യാന്നറിയത്. എറിയന്നെ നിങ്ങൾ കണ്ടില്ലേ? ഓ എന്ത് ഹരാന്നറിയാം. പക്ഷെ കുറച്ച് എടാ പൊന്നു മോനെ, പോലീസുകാരെ തല തല്ലി പൊളിക്കാനൊന്നും അല്ല സമരത്തിന് പോകണം. പോലീസുകാർ മനുഷ്യരാണ്. ഇവൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? അവരെ തല തല്ലി പൊളിക്കുകയാണോ? എടാ, നിന്നെ പോലത്തെ ഒരാൾ തന്നെയാണ് അവിടെ പോലീസായിട്ട് നിൽക്കുന്നത്. നിനക്ക് അത്രയ്ക്ക് തരിക്കുകയാണെങ്കിൽ ഗൈസ്, കൊല്ലത്തുള്ളവരില്ലേ, ഇവനൊന്ന് വിളിക്ക്. ഇവനുള്ള എന്താന്ന് വെച്ചാൽ ഒന്ന് കൊടുത്ത് ഇവന്റെ തരിപ്പൊന്ന് മാറ്റി. എന്റെ അഭിപ്രായത്തില് ഞാൻ ഇന്നലെ ഈ കുറെ റീൽസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങി. എനിക്ക് എന്താ വെച്ചാല് നമ്മൾ ഈ സ്വപ്നം എങ്ങനെ കാണില്ല, ഉറക്കത്തിന്റെ മുമ്പ് നമ്മൾ എന്താണോ കുറെ ആലോചിച്ചത് അതാണ് നമ്മളെ സ്വപ്നത്തേക്ക് വരിക. ഇന്നലെ ഞാൻ എന്തൊക്കെയോ ഉറക്കത്ത് കാണണേ, ഞാനും പിന്നെ എന്റെ ചങ്ങായി ഡിച്ചൂസും അൽത്താഫും കൂടി ഞങ്ങൾ മൂന്നാളും ഒരു PNK ആയിട്ടൊക്കെ പോയിട്ട് മറ്റേ പാർലമെന്റ് ഒക്കെ പൊട്ടിക്കണത്. എടാ അതൊക്കെ ചാൻസ് ഉണ്ട് കേട്ടാ. ഇന്ത്യന്റെ മറ്റേ ഡെമോക്രസിന്റെ ആ ബുക്ക്, പാർലമെന്റ്, ഹൈക്കോർട്ട് ഒക്കെ കത്തിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, ഈ എടാ നീ എന്തൊക്കെയാടാ പറയുന്നത്? ഇന്ത്യയുടെ പാർലമെന്റ് കത്തിക്കണം എന്നാ? ഇന്ത്യന്റെ പാർലമെന്റ് കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടേക്ക് പോവാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇവന് പറയുന്നതിന്റെ സീരിയസ്നെസ് ഇവൻ അറിയില്ലേ? അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്ടാൽ ഒരു 2 മിനിറ്റിൽ ഇവനെ വിളിച്ചു പറയാൻ പോലും ഒരു ബുദ്ധിയുള്ള ആൾക്കാർ ഇവന്റെ സർക്കിളിലില്ലേ? അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞല്ല നേപ്പാളിലെ മറ്റേ ഇവിടെ കണ്ടില്ലേ, പാർലമെന്റിന്റെ മുമ്പിൽ ആ മറ്റേ പ്രധാനമന്ത്രി ഇരിക്കാൻ. ഇതുപോലത്തെ കോമാളികൾ ഉള്ളിടത്തോളം കാലം കേരളം ഒരു ഭ്രാന്താലിയായിരിക്കും. 2-3 ദിവസം മുമ്പ് സ്റ്റുഡൻസിന് ഒരുപാട് തല്ല് കിട്ടേണ്ടി വന്നു. അതിന് കാരണം ഇവന്മാരെ പോലുള്ളവന്മാരാണ്. At this point, only one group can fix India's education system. Okay. ERPB. ഇതെന്താ സംബന്ധിച്ച കൊറിയയിൽ ഒരു സീരീസ് ആണ്, ടീച്ച് യു എ ലെസൺ എന്ന് പറഞ്ഞിട്ട്. കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. കിടിലൻ സാധനമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റം നന്നാക്കാൻ വേണ്ടിയിട്ട് കൊറിയ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ടീമാണ് ERPB. അപ്പൊ ERPB പോലൊരു ടീം ഇവിടെ വന്നാൽ നന്നായിരിക്കും. സോനം വാങ്ചുക് എന്ന് പറഞ്ഞ ആള് കുറെ ദിവസമായിട്ട് നിരാഹാരത്തിലായിരുന്നു. പുള്ളി ഇന്ന് അത് നിരാഹാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മോദിജി രാത്രി ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കർശനമായ ഒരു നടപടി എടുക്കുന്നുണ്ട്. പക്ഷെ സ്റ്റുഡൻസിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ് ആവശ്യം. അപ്പൊ അത് കിട്ടുന്നവരെ പ്രൊട്ടസ്റ്റ് നടക്കും എന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് വിശ്വസിക്കാം.